Hi all, +2 physics, electromagnetic induction. അതിൻ്റെ ന്യൂമറിക്കൽസ് നമ്മൾ ചെയ്യാൻ പോകുന്നു. ഡബിൾ സ്ട്രോങ് ആയിട്ടിരിക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ സ്ക്രീനിലുണ്ട്, വായിക്കാം. എ ലോങ് സോളിനോയിഡ് വിത്ത് 15 turns per centimeter ഹാസ് എ സ്മോൾ ലൂപ്പ് ഓഫ് ഏരിയ 2 centimeter സ്ക്വയർ പ്ലേസ്ഡ് ഇൻസൈഡ് ദ സോളിനോയിഡ് നോർമൽ ടു ദ ആക്സിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സോളിനോയിഡ് വരയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സോളിനോയിഡ്, ഇതാണ് സോളിനോയിഡ്. ഓക്കെ, സോളിനോയിഡിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ സോളിനോയിഡിന് 15 turns per centimeter ആണ്. അപ്പോൾ ഞാൻ നമ്പർ ഓഫ് ടേൺസിന് യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 15, ടെൻഷനൊന്നും വേണ്ട കേട്ടോ, ടേൺസ് പെർ സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ 15 ടേൺസ്, ബാക്കി സെൻറ്റിമീറ്റർ നമുക്ക് മീറ്റർ ആക്കാം. സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ 10⁻⁻² മീറ്റർ. അപ്പോൾ അതാ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഈ 10⁻⁻² മേലിൽ പോകുമ്പോൾ 10 സ്ക്വയർ ആയി. അപ്പോൾ 1500. ഓക്കെ, ടേൺസ് പെർ മീറ്റർ. അപ്പോൾ ടേൺസ് പെർ മീറ്റർ. ഓക്കെ, അപ്പോൾ എന്നിൻ്റെ വാല്യൂ ആയി. ഇനി എന്താ വേണ്ടത്? ഇതിനകത്തൊരു ലൂപ്പ് വെച്ചിരിക്കുന്നു. അപ്പോൾ അത് നമുക്ക് വേറൊരു കളറിൽ വരയ്ക്കാം. ഇതിൻ്റെ അകത്തൊരു ലൂപ്പ് ഇരിപ്പുണ്ട്, കണ്ടോ? അപ്പോൾ ഇതാണ് ലൂപ്പ്, കണ്ടല്ലോ, ഒറ്റ ടേണേ ഉള്ളൂ. അപ്പോൾ ഒരു ലൂപ്പ് വെച്ചിട്ടുണ്ട്. ലൂപ്പിന് ഒരു ചെറിയ ഞാനൊരു ഗ്യാപ്പ് ഇട്ടാണ് വരച്ചിരിക്കുന്നത്, കാണുന്നുണ്ടല്ലോ. കണക്റ്റല്ല, അപ്പോൾ ലൂപ്പ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇൻസൈഡ് വേണമെങ്കിൽ അത് ലൂപ്പായിട്ട് തന്നെ നിങ്ങൾ വരച്ചോ, കംപ്ലീറ്റ് ചെയ്ത് വരച്ചോ. അപ്പോൾ ലൂപ്പ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് സോളിനോയിഡിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സോളിനോയിഡിൻ്റെ ആക്സിസ് ഇതാണ്ട് ഇതാണ്. അപ്പോൾ സോളിനോയിഡിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ ലൂപ്പ് ഇരിക്കുന്നത്? നോക്കൂ, സോളിനോയിഡിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, ആക്സിസ് ഇതാണ്, ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ലൂപ്പ് ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതിൻ്റെ ഏരിയ, ഈ ലൂപ്പിൻ്റെ ഏരിയ. ഇപ്പോൾ ലൂപ്പിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഗ്രീൻ വെച്ച് എഴുതാം. എന്താ? ഇപ്പോൾ ലൂപ്പിൻ്റെ കാര്യം, ലൂപ്പിൻ്റെ ഏരിയ എത്രയാണ്? ലൂപ്പിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 2 centimeter സ്ക്വയർ ആണ്. 2 centimeter സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 × 10⁻⁻⁴. 2 × 10⁻⁻⁴ മീറ്റർ സ്ക്വയർ. ഇനി കറണ്ട് ഇൻ ദ സോളിനോയിഡ് ചേഞ്ചസ് ഫ്രം 2 ആംപിയർ ടു 4 ആംപിയർ. സോളിനോയിഡിലെ കറണ്ട് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ സോളിനോയിഡിൻ്റെ അടുത്തെഴുതാം, സോളിനോയിഡിലെ കറണ്ടിൻ്റെ ചേഞ്ച്. അപ്പോൾ ഡെൽറ്റ ആയി കാണാൻ എന്താ വഴി? 2 ആംപിയർ ടു 4 ആംപിയർ. അപ്പോൾ 4 - 2, ആൻസർ 2 എന്നാണ്. ഇതിനെടുക്കുന്ന ടൈം 0.1 സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക? സോളിനോയിഡിനകത്തുള്ള കറണ്ട് വേരി ചെയ്താൽ അതിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡും വേരി ചെയ്യും, സംശയമൊന്നുമില്ല. ഇനി അപ്പോൾ ഈ വേരി ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്താണ് നമ്മുടെ ലൂപ്പ് ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്തുണ്ടാവും? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഇനി നമ്മളത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് എ ഇൻഡ്യൂസ്ഡ് EMF എന്നാണ് ചോദ്യം. ലൂപ്പിനകത്ത് എത്ര ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും? അപ്പോൾ ലൂപ്പിൻ്റെ അകത്തുള്ള ഇൻഡ്യൂസ്ഡ് EMF കാണണം അല്ലേ? അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF കാണാൻ എന്താ വഴി? നമുക്കറിയാം, d∅dt എന്നാണ്. ഓക്കെ, ഇനി ബാക്കി d/dt എഴുതി. ഫൈ കാണാനുള്ള ഇക്വേഷൻ എന്താ? B.A. BA എന്ന് എടുക്കുക. n ടേൺസ് ആണെങ്കിൽ BAN. നമ്മുടെ ലൂപ്പിൽ എത്ര ടേൺസ് ഉണ്ട്? ലൂപ്പിൽ ആകപ്പാടെ ഒറ്റ ടേണേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിതിനകത്ത് എയും എന്നും ഇങ്ങ് വെളിയിലെടുക്കാം. എയും എന്നും വെളിയിലെടുത്താൽ ബാക്കി d/dt B എന്ന് വരും. ഓക്കെ, ഇനി AN അതുപോലെ എഴുതിയിട്ട് d/dt അതുപോലെ എഴുതിയിട്ട് എന്താണ് മക്കളെ? ബി എന്ന് പറഞ്ഞാൽ സോളിനോയിഡിൻ്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡാണ്. സോളിനോയിഡിൽ കറണ്ട് കയറ്റി വിടുമ്പോഴുള്ള മാഗ്നറ്റിക് ഫീൽഡ് μ0 Ni, നമുക്കറിയാം, μ0 Ni. ഇനിയും നമുക്ക് പുറത്തെടുക്കാൻ സാധനങ്ങളുണ്ട്. AN, μ0 ഉണ്ട്, N ഉണ്ട്. ഓക്കെ, ഇത്രയും പുറത്തെടുത്തു. ബാക്കി ഇനി d/dt I. ഇപ്പം നിങ്ങൾ നോക്കിയേ, A ഉണ്ടല്ലോ, N ഉണ്ടല്ലോ, μ0 ഉണ്ടല്ലോ, സ്മോൾ n ഉണ്ടല്ലോ, DI ഉണ്ടല്ലോ, DT ഉണ്ടല്ലോ. എല്ലാ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. എയുടെ ആൻസർ നോക്കി പറയുക, 2 × 10⁻⁻⁴. എന്നിൻ്റെ വാല്യൂ 1 ആണ്. ഇനി μ0യുടെ വാല്യൂ 4π × 10⁻⁷ എന്നാണ്. ഓക്കെ, ഈ സ്മോൾ എന്നിൻ്റെ ആൻസർ 1500 എന്നാണ്. ഓക്കെ, DI എന്ന് പറഞ്ഞാൽ ഡെൽറ്റ I, അത് തന്നെ ഇട്ടാൽ മതി. അതിൻ്റെ ആൻസർ 2 എന്നാണ്. ഡിവൈഡ് ബൈ ഡെൽറ്റ T തന്നെയാണ് DT. അപ്പോൾ ഇവിടെ 0.1. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൊച്ചു സംഭവമാണ് അല്ലേ? അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ആൻസർ വരുന്നത് അപ്രോക്സിമേറ്റ്ലി 7.5 × 10⁻⁻6 എന്ന് ആൻസർ വരും. ഓക്കെ അല്ലേ?
പ്രയാസമുള്ള ക്വസ്റ്റ്യൻ ആണോ? നല്ല എളുപ്പമല്ലേ മക്കളെ? അതാ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കാണാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. ഞാനൊന്ന് ചെക്ക് ചെയ്തോട്ടെ. ആൻസർ 7.51 × 10⁻⁻6 കറക്റ്റാണ്. അപ്പോൾ അത്രയും വോൾട്ട് എന്നാണ്. ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്ക്രീനിൽ ഇതാ വരുന്നു ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനൊക്കെ ഒത്തിരി വലുതായിരിക്കും, നിങ്ങൾ പേടിക്കേണ്ട. ഒരു പേജ് ക്വസ്റ്റ്യൻ കാണും, ആൻസർ ചെറുതാണ്. എ റെക്ടാങ്കുലർ വയർ ലൂപ്പ്, ഓക്കെ, of sides 8 cm and 2 cm with a small cut is moving out of a region of uniform magnetic field of magnitude 0.3 Tesla directed normal to the loop എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഒരു റെക്റ്റാങ്കുലർ ലൂപ്പ് അങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ലൂപ്പാണ് വിത്ത് എ സ്മോൾ കട്ട്. അപ്പോൾ അതിലൊരു കട്ടും ഉണ്ട്, കണ്ടോ? കട്ട് ചെയ്ത് വെച്ചിരിക്കും. അതിൻ്റെ സൈഡ്സ് 8 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്ററുമാണ്. ഓക്കെ, ഇനി എന്താ വേണ്ടത്? ഇത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. മാഗ്നറ്റിക് ഫീൽഡ് 0.3 ടെസ്ല ഡയറക്റ്റഡ് നോർമൽ ടു ദ ലൂപ്പ്. അപ്പോൾ ഈ ലൂപ്പിന് നോർമലായിട്ട് നമുക്ക് ഇൻഡു ആയിട്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ബോർഡിൻ്റെ പ്ലെയിനിലോട്ട് ആണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിചാരിക്കാം. ഔട്ട്വേർഡ് എന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല, നോർമലായാൽ മതി. ആ ഏരിയയ്ക്ക് നോർമലായിരിക്കണം. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ 0.3 ടെസ്ല എന്നാണ്. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്താണ് ഇപ്പോൾ ലൂപ്പ് ഇരിക്കുന്നത്. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? വാട്ട് ഈസ് എ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഡെവലപ്ഡ് അക്രോസ് ദ കട്ട് ഇഫ് ദ വെലോസിറ്റി ഓഫ് ദ ലൂപ്പ് ഈസ് 1 cm/s ഇൻ ദ ഡയറക്ഷൻ നോർമൽ ടു ദ ലോങ്ങർ സൈഡ് എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഞാൻ വേറൊരു കളർ ഇങ്ക് എടുക്കാം, ഒരു ഐശ്വര്യം വരും. ഓക്കെ, ആദ്യത്തെ പാർട്ടിൻ്റെ ആൻസർ നമ്മളിതിനെ പുറത്തേക്ക് വലിച്ചു നീക്കുകയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഇൻഡു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ ഇൻഡു മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വലിച്ച് എടുക്കുന്നു. ഇനി എത്ര വെലോസിറ്റിയിലാണ് നിങ്ങൾ വലിച്ചെടുക്കുന്നത്? വി എന്ന് പറയുന്നത് 1 cm/s ആണ്. അതിനെ മീറ്ററിലോട്ട്, സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കുക, 10⁻⁻², m/s. ഈ വെലോസിറ്റിയിലാണ് നിങ്ങൾ പുറത്തേക്ക് വലിച്ചെടുക്കുന്നത്. ശരിയല്ലേ? ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ ഒരു പ്രശ്നമുണ്ട്. velocity of the loop is 1 cm/s in the direction normal to the longer side എന്നാണ്. ലോങ്ങർ സൈഡിന് നോർമലായിട്ടാണ് പുറത്തേക്ക് വലിച്ചത്. നമ്മുടെ ലോങ്ങർ സൈഡ് ഇതാണ്, ഇതിന് പെർപെൻഡിക്കുലറായിട്ടാണ് വലിച്ചത്. അപ്പം ലോങ്ങർ സൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ അരിഞ്ഞു തള്ളും. നിങ്ങളിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും, ഇതാണ് നിങ്ങളുടെ ലോങ്ങർ സൈഡ്. ഈ ലോങ്ങർ സൈഡ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, പെർപെൻഡിക്കുലറായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ അരിഞ്ഞ് തള്ളിക്കൊണ്ടായിരിക്കും പുറത്തേക്ക് നീങ്ങുന്നത്. ശരിയല്ലേ? അപ്പോൾ എത്ര ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അതിലുണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ ആൻസർ? പറയൂ, എങ്ങനെ ഇ എം എഫ് കണ്ടുപിടിക്കും? വാട്ട് ഈസ് എ ഇ എം എഫ് ഡെവലപ്ഡ് എന്നാണ്. ഇ എം എഫ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഒരു റോഡ് ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ അരിഞ്ഞ് തള്ളി പുറത്തേക്ക് പോയാൽ അതിനകത്തുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ആൻസർ BLV എന്നാണ്. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആൻസർ 0.3 ആണ്. ഇനി എൽ എന്ന് പറയുന്നത് ഇവിടെ 8 സെൻറ്റിമീറ്റർ ആണ്, 8 × 10⁻⁻² ആണ്. വി എന്ന് പറയുന്നത് ഇവിടെ 10⁻⁻² ആണ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക, അപ്പോൾ ആൻസർ വന്നോളും. ആദ്യത്തെ ആൻസർ വരുന്നത് നമുക്ക് എത്ര വരും? 24. ഓക്കെ, ഇത് ഡയറക്റ്റ് കൊച്ചു മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അപ്പോൾ 0.24 × 10⁻⁻³ എന്ന ആൻസർ കിട്ടും. ആദ്യത്തെ പാർട്ടിൻ്റെ ആൻസറായി. ഓക്കെ, പ്രയാസമൊന്നുമില്ല. ഇനി ബി പാർട്ട് വായിച്ച് നോക്കാം. ഷോർട്ടർ സൈഡ് എന്നാണ്. അടുത്ത നമ്മൾ ഇങ്ങനെയല്ല മൂവ് ചെയ്യിപ്പിക്കുന്നത്, നമ്മുടെ ലൂപ്പിനെ ഇങ്ങനെയല്ല മൂവ് ചെയ്യിപ്പിക്കുന്നത്, അതാണ്ട് ഇങ്ങനെയാണ് മൂവ് ചെയ്യിപ്പിക്കുന്നത്. കണ്ടോ, ഇതാണ് ഇൻഡു മാഗ്നറ്റിക് ഫീൽഡ്. ഇൻഡു മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങോട്ട് വലിച്ചു നീക്കുന്നു. ഇവിടം 8 സെൻറ്റിമീറ്റർ, ഇവിടം 2 സെൻറ്റിമീറ്റർ. ഇങ്ങോട്ട് വലിച്ചു നീക്കിയാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ തന്നെ ഇവിടെ സൂക്ഷിച്ച് നോക്കിയ കാര്യം മനസ്സിലാവും. ഈ ചെറിയ സൈഡ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ അരിഞ്ഞ് തള്ളിക്കൊണ്ട് വെളിയിലോട്ട് വരും. ഓക്കെ, അപ്പോൾ അതിനകത്ത് ചെറിയ സൈഡിൽ എന്തുണ്ടാവും? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവും. ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എത്രയെന്നാണ് നമ്മുടെ ചോദ്യം. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കാണാനുള്ള ഇക്വേഷൻ പറയൂ. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് = BLV എന്നാണ്. ഇവിടുത്തെ ബിയുടെ വാല്യൂ 0.3 ആണ്. ലെങ്ത് 2 സെൻറ്റിമീറ്റർ ആണ്, 2 × 10⁻⁻² ആണ്. വിയുടെ വാല്യൂ എത്ര വെലോസിറ്റിയിലാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ വെലോസിറ്റി തന്നെ, 10⁻⁻². ഓക്കെ, ഇത് നിങ്ങൾ കണ്ടുപിടിക്കുക, നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കോളും. എത്രയാണ് ആൻസർ? ആൻസർ വരുന്നത്
0.06 ഇൻറ്റു 10⁻³ എന്നാണ്. ഓക്കെ, അത്രയും വോൾട്ട്. ഇത് രണ്ടും മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഏത് സൈഡാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിക്കൊള്ളണം. ഇനി രണ്ടാമത്തത് എന്താണ്? ഫോർ ഹൗ ലോങ് ഡസ് ദ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ലാസ്റ്റ് ഇൻ ഈച്ച് കേസ്? ഈ ഓരോ കേസിലും ഈ ഇൻഡ്യൂസ്ഡ് EMF എത്ര നേരം ഉണ്ടാവും എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ഫസ്റ്റ് കേസിൽ നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF എത്ര നേരം ഉണ്ടാവും നോക്കാം. ഫസ്റ്റ് കേസ് ഞാൻ ഇങ്ങോട്ട് എഴുതാം. ഫസ്റ്റ് കേസിൽ ഇൻഡ്യൂസ്ഡ് EMF എത്ര നേരം ഉണ്ടാവും എന്നാണ്. നിങ്ങളിവിടെ നേരെ നോക്കുക. ഇതാണ്ടേ, നമ്മൾ ഈ സൈഡിനെ റൈറ്റിലോട്ട് നീക്കുകയാണ്. അപ്പോൾ ഇത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ അരിഞ്ഞ് തള്ളുമെന്ന് ഞാൻ പറഞ്ഞു. അരിഞ്ഞ് തള്ളി എത്ര ദൂരം ഇത് ക്രോസ് ചെയ്യും? ഇത്രയും ദൂരം, അതായത് 2 സെൻറ്റിമീറ്റർ ദൂരം ഈ കമ്പി ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ അരിഞ്ഞ് വെളിയിലേക്ക് വരും. ഒന്നുകൂടെ പറയാം. അതുകൊണ്ട് ഇതാണ് നമ്മുടെ കമ്പി, കണ്ടക്ടർ. ഈ കണ്ടക്ടർ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ അരിഞ്ഞുകൊണ്ട് ഈ 2 സെൻറ്റിമീറ്റർ ദൂരമല്ലേ പുറത്തേക്ക് വരുന്നത് ആണ്. ഇനി നമുക്കിവിടെ ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം എങ്ങനെ കാണും മക്കളെ? സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ്. അങ്ങനെയാണെങ്കിൽ ടൈം എങ്ങനെ കണ്ടുപിടിക്കും? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നാണ്, അല്ലേ? അപ്പോൾ നമുക്കിതിൽ വാല്യൂ ഇടാം. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസ് ആണ്? 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ ആണ്. 2 ഇൻറ്റു 10⁻² ഡിവൈഡ് ബൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ വെലോസിറ്റി 10⁻². ആൻസർ ഇതാ 2 സെക്കൻഡ് എന്ന് കിട്ടി. 2 സെക്കൻഡ്. നല്ല ക്വസ്റ്റ്യനാണ്. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് വേറെ കളറിങ് വെച്ച് എഴുതാം. എന്താ? അപ്പോൾ സെക്കൻഡ് കേസിൽ എന്തോന്നാണ്? നമ്മുടെ ഇവിടെ സൂക്ഷിച്ച് നോക്കുക, കാര്യം ഇപ്പം മനസ്സിലാവും. നമ്മുടെ ഈ 2 സെൻറ്റിമീറ്റർ നീളമുള്ള ഈ കമ്പി, ഈ കണ്ടക്ടർ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ അരിഞ്ഞുകൊണ്ട് റൈറ്റിലോട്ട് നീങ്ങണം. എത്ര ദൂരം നീങ്ങണം? ഇത്രയും ദൂരം നീങ്ങണം. അതായത് 8 സെൻറ്റിമീറ്റർ ദൂരം നീങ്ങണം, അല്ലേ? അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എത്ര? 8 സെൻറ്റിമീറ്റർ. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ആൻസർ എഴുതാൻ പോകുന്നു. ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ കണ്ടുപിടിച്ചു. ടൈമാണ് നമുക്ക് വേണ്ടത്. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു 8 സെൻറ്റിമീറ്റർ ആണ്. 8 ഇൻറ്റു 10⁻² ബൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെലോസിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 10⁻². ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ ആൻസർ, ടിയുടെ ആൻസർ ഇതാ വരുന്നു. ടിയുടെ ആൻസർ വരുന്നത് 8 സെക്കൻഡാണ്. അപ്പോൾ ഇത് നല്ല ക്വസ്റ്റ്യനാണ്, സൂക്ഷിച്ച് ചെയ്യണം. ആദ്യത്തെ കേസിൽ നമ്മൾ ചിന്തിക്കാനുള്ള എന്താണ്? ആരാണ് കട്ട് ചെയ്യുന്നത് അത് നോക്കുക. ആരാണ് കട്ട് ചെയ്യുന്നത് എന്ന് നോക്കുമ്പോഴത്തേക്ക് അവിടുത്തെ എല്ല് കിട്ടും. ഇനി അവൻ എത്ര ദൂരം നീങ്ങും, അത് മറ്റേ സൈഡിൻ്റെ ലെങ്ത് എടുക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് ചെയ്യണം, ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് എൻ്റെ തല കാരണം കാണാൻ വയ്യാതെ ഇരിപ്പുണ്ടോ? ഞാൻ തല ഒന്ന് നീക്കാം. ഇപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. എ 1 meter long metallic rod is rotated with an angular speed 400 radian per second about an axis normal to the rod passing through it at its one end എന്നാണ്. The other end is in contact with a circular metallic ring. A constant and uniform magnetic field 0.5 Tesla parallel to the axis exists everywhere. Calculate the EMF developed between the center and ring എന്നാണ്. പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. നോക്കൂ, നമ്മുടെ ഒരു റോഡ് വരയ്ക്കാം ഞാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റോഡ്. ഓക്കെ, ഈ റോഡിൻ്റെ ഇവിടെയായിട്ട് ഞാനൊരു കുത്തിട്ടു. ഓക്കെ, ആ കുത്തെന്ന് പറയുന്നത് ബോർഡിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ആക്സിസ് ആണ്. ഓക്കെ, ആ ആക്സിസിന് പാരലായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ്. ആ ആക്സിസിന് പാരലായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻറ്റും വരയ്ക്കാം, ഔട്ടും വരയ്ക്കാം. ഞാനിപ്പോൾ ഇൻറ്റു വരയ്ക്കാം. അവിടെ ഒരു ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ ആലോചിച്ചാൽ മതി, ബോർഡിൻ്റെ പ്ലെയിനിന്, നിങ്ങളുടെ ക്ലാസ്സിലെ ബോർഡിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ഇൻറ്റു ഇറ്റ്, അല്ലെങ്കിൽ ഔട്ട്വേർഡ് ആയാലും മതി. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈ ഇപ്പം ഞാനിട്ട ആക്സിസിന്, ഞാൻ വരച്ച ആക്സിസിന് അതിനാണ് കുത്തിട്ടത്, ആക്സിസിന് പാരലാണ്. ഓക്കെ, ഇനി ഈ റോഡിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക. ആ റോഡിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു. ഇനി ബാക്കി കാര്യം, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.5 ടെസ്ല എന്നാണ്. ഇനി ഈ റോഡിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 1 മീറ്റർ എന്നാണ്. ഇത് കറങ്ങുമ്പോൾ ഉള്ള ആംഗുലാർ ഫ്രീക്വൻസി, ആംഗുലാർ വെലോസിറ്റി 400 റേഡിയൻ പെർ സെക്കൻഡ് ആണെന്ന് പറയുന്നുണ്ട്. ഇനി നിങ്ങളത് ചോദിച്ചിരിക്കുന്നത് എന്താണ്?
വാട്ട് ഈസ് എ EMF ഡെവലപ്ഡ് ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് ഇപ്പോൾ ഈ റോഡിൻ്റെ രണ്ട് എൻഡുകൾക്കിടയ്ക്ക് എത്ര EMF ഉണ്ടാവും? നമുക്ക് പഠിച്ച സംഭവമാണ്. ഒരു റോഡിനെ മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF എത്ര? ½ BL² ഒമേഗ എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ വാല്യൂ ഇടുക, ഹാഫ് ഇട്ടു, ബിയുടെ വാല്യൂ 0.5, എല്ലിൻ്റെ സ്ക്വയർ 1ൻ്റെ സ്ക്വയർ, ഒമേഗയുടെ വാല്യൂ 400. അപ്പോൾ ആൻസർ കിട്ടിക്കോളും. അപ്പോൾ ആൻസർ വരുന്നത് 100 വോൾട്ട് എന്നാണ് അപ്രോക്സിമേറ്റ്ലി. ഓക്കെ അല്ലേ? കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക, കൊച്ചു കാൽക്കുലേഷൻ, എളുപ്പമല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോടാ. സ്ട്രോങ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ദാ ഒരു വിശാലമായ ക്വസ്റ്റ്യൻ. ഇവിടെ ബോർഡ് നിറഞ്ഞു അല്ലേ? എന്താണ്? എ സർക്കുലർ കോയിൽ ഓഫ് റേഡിയസ് 8 cm 20 turns rotates about its vertical diameter with an angular speed 50 radian/second in a uniform horizontal magnetic field of magnitude 3 × 10⁻⁻² ടെസ്ല എന്നാണ്. ഒരു സർക്കുലർ കോയിലുണ്ട്, അതിൻ്റെ റേഡിയസ് ഞാൻ എഴുതാം. റേഡിയസ് 8 cm ആണ്. അപ്പോൾ 8 × 10⁻²മീറ്ററാണ്. ഇനി അതിനകത്ത് എത്ര ടേൺസ് ഉണ്ട്? n = 20 ആണ്. ഇനി ഇറ്റ് റൊട്ടേറ്റ്സ് അബൌട്ട് ഇറ്റ്സ് വെർട്ടിക്കൽ ഡയമീറ്റർ വിത്ത് ആൻ ആംഗുലാർ സ്പീഡ്. അതിൻ്റെ ഇതാണ് നമ്മുടെ കോയിൽ എന്നിരിക്കട്ടെ. അതിനകത്ത് ഇത്രയും ടേൺസൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ വെർട്ടിക്കൽ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഡയമീറ്ററിനെ ബേസ് ചെയ്ത് ഇത് കറങ്ങുകയാണ്. ഓക്കെ, കറങ്ങുന്നു. ഇനി കറക്കത്തിൻ്റെ ആംഗുലാർ സ്പീഡ് ഒമേഗ 50 radian/second ആണെന്ന് പറയുന്നു. ഇനി യൂണിഫോം ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 3 × 10⁻². അപ്പം നമുക്ക് വെർട്ടിക്കൽ ആക്സിസ് ആണ്. ഇനി ഹൊറിസോണ്ടലായിട്ട് നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ വരയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്. അതിൻ്റെ വാല്യൂ 3 × 10⁻² ടെസ്ലയാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇത് ഈ വെർട്ടിക്കൽ ആക്സിസിനെ ബേസ് ചെയ്ത് കറക്കുമ്പോഴത്തേക്ക് ഇത് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ അരിഞ്ഞ് തള്ളും. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒബ്റ്റെയിൻ മാക്സിമം ആൻഡ് ആവറേജ് EMF. അപ്പോൾ ഇത് നമ്മളൊരു കൊച്ചു ജനറേറ്ററാണ്. ഓക്കെ, n ടേൺസ് ഉള്ളൊരു കോയിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് കറക്കുന്നു. അപ്പോൾ അതിനകത്തുണ്ടാകുന്ന ആവറേജ് EMFൻ്റെ ആൻസർ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും. വാട്ട് ഈസ് ആവറേജ് വാല്യൂ ഓഫ് ജനറേറ്ററിൻ്റെ കേസിൽ തന്നെ നമ്മൾ പഠിച്ചാണ്. ആവറേജ് EMF എത്രയാണ്? 0 ആണ്. അതെല്ലാവർക്കും അറിയാം. ഇനി പക്ഷേ വേറൊരു സംഭവമുണ്ട്, മാക്സിമം EMF. അതെത്ര? EMF മാക്സിമം ജനറേറ്ററിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചതാണ്. മാക്സിമം EMFൻ്റെയൊക്കെ ഇക്വേഷൻ എന്താണ്? മാക്സിമം EMFൻ്റെ ഇക്വേഷൻ BAN ഒമേഗ. പഠിച്ചതല്ലേടാ? അപ്പോൾ മാക്സിമം EMFൻ്റെ ആൻസർ BAN ഒമേഗ. അതിനെയാണ് നമ്മൾ E0 എന്നോ EM എന്നൊക്കെ എടുത്ത് മറന്നുപോയാൽ. അപ്പോൾ ഇതിൽ വാല്യൂ ഇടുക. അപ്പോൾ ഈ മാക്സിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. ബിയുടെ ആൻസർ ഇവിടെ ഉണ്ട്, 3 × 10⁻². എ എങ്ങനെ കാണും? എ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ സൈഡിൽ എഴുതാം. എ എന്ന് പറഞ്ഞാൽ πr² ആണ്. ഓക്കെ, പൈയുടെ വാല്യൂ 3.14 ആണ്. റേഡിയസ് സ്ക്വയർ 8 × 10⁻²ൻ്റെ സ്ക്വയർ. ഓക്കെ, അതിൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എയുടെ ആൻസർ 3.14 × 8 × 10⁻²ൻ്റെ സ്ക്വയർ. അപ്പോൾ ആയി. എന്നിൻ്റെ വാല്യൂ 20, ഒമേഗയുടെ ആൻസർ 50. ഓക്കെ, ഇത് മൾട്ടിപ്ലിക്കേഷനാണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ എടുക്കുക. അപ്പോൾ ആൻസർ 0.603 എന്ന് വരും. അപ്പോൾ ആൻസർ ഇതാവുന്നു 0.603 എന്നാണ് ആൻസർ. അത്രയും വോൾട്ട്. അപ്പോൾ മാക്സിമം EMF ആയി, എന്തായി? ആവറേജ് EMF ആയി. ഇനി എന്താ വേണ്ടത്? ഇഫ് ദ കോയിൽ ഫോംസ് എ ക്ലോസ്ഡ് ലൂപ്പ് ഓഫ്, ഈ കോയിലിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട് 10 ohm. ഓക്കെ, കാൽക്കുലേറ്റ് ദ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട്. ഇനി ഇതിൻ്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കറണ്ട് എത്ര? മാക്സിമം കറണ്ട് എത്ര? I max. കറണ്ട് എങ്ങനെ കാണുന്നത്? V/R. ഇവിടെ വിക്ക് വരെ E max. സോ E max / R. ഓക്കെ, E maxൻ്റെ ആൻസർ 0.603 / ആറിൻ്റെ ആൻസർ നമ്മളിപ്പോൾ പറഞ്ഞു എത്രയാണ്? 10. അപ്പം നമ്മുടെ ആൻസർ ഇതാ കിട്ടിയിട്ടുണ്ട് 0.0603. അത്രയും ആംപിയർ. പ്രയാസമില്ല. ഓക്കെ, ഇതുവരെ ഓക്കെയാണ്. ഇനി എന്താ വേണ്ടേ? ഒരുപാടെണ്ണം ഉണ്ട്. കാൽക്കുലേറ്റ് ആവറേജ് പവർ ലോസ് ഡ്യൂ ടു ജൂൾ ഹീറ്റിംഗ്. അപ്പോൾ ഇതിനെ നമ്മൾ ആലോചിക്കുക, റെസിസ്റ്ററിലാണ് ഹീറ്റ് ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ പവർ ലോസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പവർ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഇതിന് ഒരു റെസിസ്റ്റർ എഫക്റ്റാണ് ഇവിടെ
അപ്പോൾ റെസിസ്റ്ററിൻ്റെ കേസിൽ നിങ്ങൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. എന്താണ് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? VRMS IRMS അല്ലേ? അപ്പോൾ ഇതിന് ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ VRMS എന്ന് പറഞ്ഞാൽ VM/√2. ഓക്കെ, IRMS എന്ന് പറഞ്ഞാൽ IM/√2 നമുക്കറിയാം. ഇനി ഇതിൽ EMന് പകരമാണ് നമ്മുടെ ഇവിടെ Emax, ഓക്കെ, /√2. പിന്നെ IMന് പകരം നമുക്ക് Imax എന്ന് നമുക്ക് എഴുതാം, /√2. ഇനി ബാക്കി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. Emaxും Imaxും നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, /√2 × √2. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. Emaxൻ്റെ ആൻസർ 0.603 ഇൻറ്റു അടുത്ത Imaxൻ്റെ ആൻസർ 0.0603 ഡിവൈഡഡ് ബൈ √2 × √2. ഓക്കെ, നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കുക. പവറിൻ്റെ ആൻസർ 0.018 എന്നൊക്കെ വരും. അതിനകത്ത് ടെൻഷൻ പിടിക്കേണ്ട കോയിൽ ആണ്. ഇവിടെ കോയിലിൻ്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ റെസിസ്റ്റീവ് സർക്യൂട്ട് എന്ന് ചിന്തിച്ചാൽ മതി, വേറെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അപ്പോൾ റെസിസ്റ്ററിൻ്റെ കേസിൽ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? VRMS IRMS. അപ്പോൾ അതിനെ മാറ്റി നമ്മൾ VM/√2 IM/√2. ഇവിടെ VMന് പകരം Emax, IMന് പകരം Imax, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്കറിയാം. അപ്പോൾ ഇതിനകത്ത് കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. കുറേ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നതുകൊണ്ട് നിങ്ങൾ ടെൻസറായി കാണും, അതിൽ കാര്യമൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ, ലാസ്റ്റ് ഒരു സെൻറ്റൻസ് കൂടെ ഉണ്ട്. വേർ ഡസ് ദിസ് പവർ കം ഫ്രം? എവിടെ നിന്നാണ് ഈ പവർ വരുന്നത്? എവിടെ നിന്നാണ് വരുന്നത്? ജനറേറ്റർ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരു എക്സ്റ്റേണൽ ഏജൻസി, ഇപ്പോൾ വാട്ടറോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്ന് ടർബൈനിൽ ഒഴിച്ച് ആ ടർബൈനെ കറക്കി ടർബൈനെ ഈ കോയിലുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ വാട്ട് ഈസ് എ സോഴ്സ് ഓഫ് ദിസ് പവർ? സോഴ്സ് ഓഫ് ദിസ് പവർ ഈസ് വാട്ട്? എന്താണ്? ദ എക്സ്റ്റേണൽ ഏജൻസി ടേണിംഗ് ദ കോയിൽ. ഓക്കെ, പേടിച്ചൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ജനറേറ്റർ കറക്കാൻ വേണ്ടി ഒരു എക്സ്റ്റേണൽ ഏജൻസി നമ്മൾ ഉപയോഗിക്കും. ചിലപ്പോൾ ഒരാൾ കുത്തിയിരുന്ന് കറക്കുമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ കൊണ്ടുവന്ന് ടർബൈനിൽ ഒഴിച്ച് അതിൻ്റെ പവർ കൊണ്ടായിരിക്കും ഈ കോയിൽ ഒഴിച്ച് കറക്കുന്നത്. അപ്പോൾ എങ്ങനെ എന്നുള്ളതാണ്. അപ്പോൾ എക്സ്റ്റേണൽ ഏജൻസി ആണ് ഇതിൻ്റെ പവറിൻ്റെ സോഴ്സ്. പ്രയാസമുണ്ടോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോക്കൂടെ? അടുത്ത ക്വസ്റ്റ്യൻ, ഹാപ്പി ആയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് വയർ 10 meter long extending from east to west is falling with a speed 5 meter per second at right angles to the horizontal component of Earth's magnetic field എന്നാണ് അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസ്റ്റ് വെസ്റ്റ് ഒക്കെ നമുക്ക് വരച്ച് നമുക്ക് കാര്യങ്ങൾ എഴുതാം. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഞാൻ പുതിയൊരു ഇങ്ക് എടുക്കാം കേട്ടോ. എന്തോന്നാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഇവിടെ ഒരു സ്ട്രൈറ്റ് വയറാണ്, അതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. വയറിൻ്റെ ലെങ്ത് 10 മീറ്ററാണ്. അപ്പോൾ ലെങ്ത് 10 മീറ്ററാണ്. ഓക്കെ, ഇനി അത് ഈസ്റ്റ് നിന്ന് വെസ്റ്റ് വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തിരിപ്പുണ്ട്. ഇറ്റ് ഈസ് ഫോളിങ് വിത്ത് എ സ്പീഡ് V = എത്ര സ്പീഡിലാണ് താഴേക്ക് വീഴുന്നത്? V = എത്ര പറഞ്ഞിരിക്കുന്നത്? 5 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് താഴേക്ക് വീഴുന്നത്. ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡിലേക്കാണ് വീഴുന്നത്. അപ്പോൾ എർത്തിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്, അതിലേക്ക് ഈ കമ്പി താഴെ കിട്ടും. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ അരിഞ്ഞുകൊണ്ട് അത് താഴെ പോകും. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.30 × 10⁻⁻⁴. ഓക്കെ, ടെസ്ല, അത് മതി. അത് തന്നെയാണ് Wb/m² എന്ന് തന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് EMF? എത്രയാണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് EMF? EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? BLV എന്നാണ്. അപ്പോൾ ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് EMF കിട്ടും. നോക്കൂ എന്താണ് അപ്പോൾ ആൻസർ വരുന്നത്. ബിയുടെ വാല്യൂ ഇവിടെ ഉണ്ട്. എത്രയാണ് മക്കളെ? 0.3 × 10⁻⁻⁴ എന്നാണ്. എല്ലിൻ്റെ വാല്യൂ 10 ആണ്, വിയുടെ വാല്യൂ 5 ആണ്. ഇത് മൾട്ടിപ്ലൈ എടുക്കുക ആൻസർ. അപ്പോൾ ആൻസർ വരുന്നത് 1.5 × 10⁻³ വോൾട്ട് എന്നാണ്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ആൻസറായി. അപ്പോൾ എ പാർട്ടായി. ഇനി ഈ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? അപ്പോൾ ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള റൂൾ ഏതാണ്? ഫ്ലെമിങ്സ് എന്താണ്? റൈറ്റ് ഹാൻഡ് റൂൾ അല്ലേ? അപ്പോൾ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ റൈറ്റ് ഹാൻഡ് എടുക്കുക. നമ്മുടെ റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് നിങ്ങൾ നോക്കണം,
ഫോർ ഫിംഗർ ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ വയ്ക്കണം. ഫോർ ഫിംഗർ ഫീൽഡ്, എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? നോർത്തിലോട്ടാണ്. അപ്പം നിങ്ങളുടെ വീട്ടിലെ ഈസ്റ്റും വെസ്റ്റും നോർത്തും സൗത്തും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം നോർത്തിലോട്ട് നിങ്ങളുടെ ഫോർ ഫിംഗർ വയ്ക്കുക. അപ്പം നോർത്തിലോട്ട് ഫോർ ഫിംഗർ. ഇനി അടുത്തെന്താണ്? തമ്പ് എന്തിനെ കാണിക്കുന്നു? തമ്പ് മോഷനെ കാണിക്കുന്നു. അപ്പോൾ താഴോട്ടാണ് വീണത്, അപ്പോൾ താഴോട്ട് അത് വയ്ക്കുക. അപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടുന്നു. അപ്പോൾ ഈ മിഡിൽ ഫിംഗർ ഇങ്ങനെയാണ്. ഓക്കെ, മിഡിൽ ഫിംഗർ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇത് ഇവിടെ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നേരെ എടുത്ത് വെച്ച് നോക്കുക നിങ്ങൾ. ഇപ്പോൾ ഫോർ ഫിംഗർ ഫീൽഡിൻ്റെ ഡയറക്ഷൻ, അതായത് നോർത്തിലോട്ട് പിടിക്കുക. ഓക്കെ, ഇനി തമ്പ് ഡൗൺവേർഡ്, അതായത് കണ്ടക്ടർ വീണ്ട ഡയറക്ഷൻ. ഇനി മിഡിൽ ഫിംഗർ നോക്കുക, അത് ഈസ്റ്റിലോട്ടാണ്. അപ്പോൾ രണ്ടാമത്തെ എൻ്റെ ആൻസർ, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇ എം എഫ്? വെസ്റ്റ് ടു ഈസ്റ്റ് എന്നാണ്. വെസ്റ്റ് ടു ഈസ്റ്റ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സി പാർട്ട്, വിച്ച് എൻഡ് ഈസ് അറ്റ് ഹയർ പൊട്ടൻഷ്യൽ? നമുക്കറിയാമല്ലോ, വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ടാണ് കറണ്ട്. അങ്ങനെയാണെങ്കിൽ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ടാണ് കറണ്ടെങ്കിൽ വെസ്റ്റ് ഹൈ പൊട്ടൻഷ്യലും ഈസ്റ്റ് ലോ പൊട്ടൻഷ്യലും ആയിരിക്കും. അപ്പോൾ വെസ്റ്റ് വിൽ ബി അറ്റ് ഹൈ പൊട്ടൻഷ്യൽ. അപ്പോൾ മൂന്നാമത്തെ എൻ്റെ ആൻസർ വെസ്റ്റ് എന്നാണ്. ഓക്കെ അല്ലേടാ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ബുദ്ധിമുട്ടുണ്ടായോ? അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒത്തിരി വലുതായിരുന്നു. അപ്പോൾ അതിനകത്ത് കണ്ടുപിടിക്കാനും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് കുറച്ച് മെനക്കെടുത്തി എന്നല്ലാതെ വേറെ ടെൻഷൻ ഒന്നും അടിക്കുക. നിങ്ങൾ ചുമ്മാ ഇരുന്ന് ടെൻഷൻ പിടിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻ മതി, ബോറടിപ്പിക്കുന്നില്ല. ബാക്കി ന്യൂമറിക്കൽസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.